ദിവസങ്ങൾക്ക് മുൻപ് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു നടൻ ജയം രവി അനുഭവിച്ച വേദനകളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞെത്തിയ ഒരു പ്രസ് റിപ്പോർട്ട്. മാധ്യമങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി ജയം രവി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച ഒരു ദാരുണ കാര്യമാണ്. ആണുങ്ങൾ ഇത്തരത്തിൽ അനുഭവിക്കുമ്പോൾ ആരും അതിനെ കാര്യമായി കണക്കാക്കില്ല. എല്ലാവരും അതിനെ മാറ്റി നിർത്തും. അതിനെ ഒരു കാര്യമുള്ള കാര്യമായി തന്നെ ആരും ബന്ധിപ്പിക്കില്ല. എന്നാൽ ഇപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ചു എന്നത് ഉൾപ്പെടെ തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയുടെ മാതാവ്. ജയം രവിയാണ് വിവാഹം വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയതെന്നും ജയം രവി തന്നെയാണ് വിവാഹത്തിന് വേണ്ടി കൈമുറിക്കാൻ വരെ തയ്യാറായതെന്നുമാണ് ഇപ്പോൾ ആർത്തിയുടെ അമ്മ പറയുന്നത്. തമിഴ്നടൻ രവി മോഹൻ തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. വാസ്തവത്തിൽ രവിയും ആർത്തിയും വിവാഹിതരായത് 2009 15 വർഷത്തെ ഒരുമിച്ച് ഇരുന്ന ശേഷമാണ് 2024 ഇവർ വേർപിരിഞ്ഞത്. വിവാഹമോചനത്തിന് ശേഷം രവി മോഹന്റെ പേര് പ്രശസ്ത ഗായിക കെനീഷ ഫ്രാൻസിസുമായി ബന്ധിപ്പിച്ചത് വ്യാപകമായ ട്രോളിനും കാരണമായി. രവി മോഹന്റെ ഭാര്യ ആരതിയിൽ നിന്ന് വിവാഹമോചനം നേരിട്ടതിന് കാരണം കെനീഷ ഫ്രാൻസിസ് ആണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. ട്രോളിങ്ങിന് മറുപടിയായി ഗായിക കെനീഷ രവി മോഹനുമായുള്ള ബന്ധം വേർപെടുത്തുകയെന്നതും സൂചന നൽകുന്ന പോസ്റ്റ് പങ്കുവച്ചു. രവി മോഹന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ആരതിയുടെ അമ്മയും നിർമ്മാതാവുമായ സുജാത വിജയകുമാറും മകളെ ന്യായീകരിച്ച് രംഗത്തെത്തി. തന്റെ മക്കളായ ആരവിനെയും അയാനെയും കാണാൻ അനുവദിക്കില്ലെന്ന മുൻ മരുമകൻ രവി മോഹന്റെ ആരോപണങ്ങൾ സുജാത വിജയകുമാർ നിഷേധിച്ചതായി TV9 തമിഴ് റിപ്പോർട്ട് ചെയ്തു. തന്റെ കുട്ടികളെ കാണാൻ അനുവദിക്കില്ലെന്ന് രവി മോഹന്റെ വാദം പൂർണ്ണമായും തെറ്റും അസത്യവുമാണ്. സ്വന്തം കുട്ടികളെ കാണുന്നില്ല എന്ന് അദ്ദേഹത്തിന് തടയാൻ ആർക്കും ആകില്ല. കുട്ടികളെ കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കാണാനുള്ള അവസരമുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണ് അവർ. അത് പറഞ്ഞു തന്നെയാണ് അവരെ വളർത്തുന്നതും. അദ്ദേഹത്തിനെ കണ്ടാൽ അവർക്ക് മിണ്ടാൻ തോന്നുന്നെങ്കിൽ മിണ്ടാം. അതിലൊരു കുഴപ്പവുമില്ല എന്നാണ് സുജാത വിജയകുമാർ പറയുന്നത്. മകളും മരുമകനുമായ രവിയുടെ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിച്ച സുജാത വിജയകുമാർ രവി മോഹന്റെ ബ്ലാക്ക്മെയിൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. 2008 വികടൻ മാസികയിൽ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഇത് മുഴുവൻ കാര്യവും വ്യക്തമായി വിശദീകരിച്ചു. ഞാൻ ഇപ്പോൾ ആ അഭിമുഖത്തിനായി തിരയുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ആരെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന്, വിവാഹം കഴിക്കാൻ വേണ്ടി കൈഞ്ഞരമ്പ് മുറിച്ചതെന്നും ഇത് വ്യക്തമാക്കുമെന്ന് പറയുന്നു. കുട്ടികളിൽ ദോഷകരമായ പ്രഭാവം ഈ വിവാദം മുഴുവൻ തന്റെ കുടുംബത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് സുജാത പറയുന്നു. തന്റെ ചെറുമകൻ ആരോ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ടെന്നും എന്നാൽ ഈ വിവാദം കാരണം അവൻ കടുത്ത സമ്മർദ്ദത്തിലാണെന്നുമാണ് പറഞ്ഞത്. എൻ്റെ ചെറുമകൻ ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുകയാണ്. ഈ സംഭവം അവനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും ഞാനത് അതിശോക്തിപരമായി പറയുന്നില്ല എന്നും പറയുന്നു. കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൻ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.